أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. وقاتلوا في سبيل الله واعلموا أن الله سميع عليم. من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرا والله يقبض ويبسط وإليه ترجعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സൂറ അൽ ബഖറയിലെ 243, 244, 245 വചനങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠന വിധേയമാക്കുന്നത്. തൊട്ടുമുമ്പുള്ള കുറേ ആയത്തുകളിലായി അള്ളാഹു ദാമ്പത്യ ജീവിതം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ നമസ്കാരത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ചും മധ്യമ നമസ്കാരത്തെ സംബന്ധിച്ച്, അസർ നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം അള്ളാഹു ഊന്നി പറഞ്ഞു. എന്നിട്ട് അള്ളാഹു മറ്റൊരു ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അലം തറ ഇലല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം. അലം തറ, പ്രവാചകരെ താങ്കൾ കണ്ടിട്ടില്ലേ? അഥവാ താങ്കൾ അറിയില്ലേ എന്നാണ്. അലം തറ ഇലല്ലദീന, ഒരു കൂട്ടരെ സംബന്ധിച്ച്, ഖറജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് അവർ പുറത്തുപോയി. വഹും ഉലൂഫ്, അവർ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ഹദറൽ മൗത്ത്, മരണഭയം മൂലം. മൗത്ത് എന്ന് പറഞ്ഞാലൊക്കെ മരണം. ഹദറൽ മൗത്ത്, മരണത്തെ പറ്റിയുള്ള ഉത്കണ്ഠയും ആധി മൂലം അവർ സ്വന്തം വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇത് എന്ത് സംഭവത്തെ സംബന്ധിച്ചാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. ഏതായിരുന്നാലും മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള സമൂഹത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് ബനി ഇസ്രായേൽ സമൂഹത്തിൽ കടന്നുപോയ ഒരു സംഭവത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർക്ക് അള്ളാഹു യുദ്ധം നിർബന്ധമാക്കി. പക്ഷെ ആ യുദ്ധത്തിന് പോയാൽ തങ്ങളൊക്കെ മരണപ്പെട്ടു പോകും എന്ന് പേടിച്ച് അവർ സ്വന്തം വീട്ടിൽ നിന്ന് വേറെ ഏതോ നാട്ടിലേക്ക് അവർ പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത്, ആയിരക്കണക്കിന് ആൾക്കാർ അവർക്ക് ഉണ്ടായിരുന്നു. അൽഫ് തന്നെ 1000, ഉലൂഫ് തന്നെ ആയിരങ്ങൾ. അപ്പോൾ ആയിരക്കണക്കായ ആൾക്കാർ അവർക്കുണ്ടായിരുന്നു ആ സമൂഹത്തിൽ. പക്ഷേ അവരൊക്കെ മരണം ഭയപ്പെട്ട് വീടുകളിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയി. ഫഖാല ലഹുമുല്ലാഹ്, അപ്പോൾ അവരോട് അള്ളാഹു പറഞ്ഞു, മൂത്തു, നിങ്ങൾ മരിച്ചു പോയിക്കോളൂ. കാരണം ഇങ്ങനെ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ യുദ്ധം ചെയ്യാതെ, ശത്രുക്കളുമായി ഏറ്റുമുട്ടാതെ ഏതേതോ നാട്ടിലേക്ക് ഭീരുക്കളായി പോകുന്നതിനേക്കാളും നല്ലത് മരണപ്പെടുകയാണ്. ഭീരുക്കളായ ആളുകളും ജീവനില്ലാത്ത ആൾക്കാരും ഒരുപോലെയാണ് എന്നതാണ് ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത്.
അപ്പോൾ വഹും ഉലൂഫുൻ ഹദറൽ മൗത്ത്, അങ്ങനെ മരണം ഭയപ്പെട്ട് മരണത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ കൊണ്ട് അവർ നാട് വിട്ടുപോയി, അവരുടെ വീടുകളിൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മരിച്ചു പോയിക്കോ. സുമ്മ അഹിയാഹും, പിന്നെ അവരെ അള്ളാഹു ജീവിപ്പിച്ചു. ഈ സുമ്മ അഹിയാഹും എന്നതിന് പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സമൂഹം അങ്ങനെ മരിച്ചുപോയി. അവർ എങ്ങനെയൊക്കെയാണ് മരണപ്പെട്ടത് എന്നത് ഇവിടെ പറയുന്നില്ല. ശത്രുക്കളാൽ മരണപ്പെട്ടു എന്നും അതുപോലെ പല രോഗങ്ങളാൽ അവർ മരണപ്പെട്ടു എന്നും ഒക്കെ പറയുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ അങ്ങനെ ഏറ്റുമുട്ടേണ്ടി വന്നാൽ, ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ, അവിടെ നിന്ന് നമ്മൾ ഭീരുക്കളായി ഭയപ്പെട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ച് രക്ഷപ്പെട്ടത് കൊണ്ട് കാര്യമില്ല എന്നതാണ്. അത് ഭീരുക്കളുടെ ലക്ഷണമാണ്. നിങ്ങൾ ധൈര്യസമേത യുദ്ധമുഖത്ത് ഉറച്ചു നിൽക്കണം എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സൂറത്തുൽ അൻഫാലിൽ പല ഭാഗങ്ങളിലായി അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ജീവൻ ഭയപ്പെട്ട് നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവർ അവർ മരിച്ചവരെ പോലെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവരോട് പറഞ്ഞു, നിങ്ങളും മരിച്ചോളി. സുമ്മഹിയാഹും, പിന്നെ അവരെ ജീവിപ്പിച്ചു. അവരെ ജീവിപ്പിച്ചു എന്നതിന് രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, അവരെ തന്നെ പിന്നീട് അള്ളാഹു ജീവിപ്പിച്ച് അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തു എന്നും, രണ്ടാമതായി ആ സമൂഹത്തെ അള്ളാഹു മരിപ്പിച്ചു, പക്ഷേ പിന്നീട് അവർക്ക് പകരമായി ജീവനുള്ളൊരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവന്നു. അതുപോലെ ഇത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ശത്രുക്കളെ ഏറ്റുമുട്ടുവാനും ഒക്കെ കൽപ്പും കരുത്തും ഈമാനികമായ ശക്തിയുമുള്ളൊരു സമൂഹത്തെ അള്ളാഹു പിന്നീട് കൊണ്ടുവന്നു എന്നതാണ്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ സൂറത്തു മാഇദയിലൊക്കെ അള്ളാഹു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ജിഹാദ് ചെയ്യാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാതെ, അള്ളാഹുമായി ഏറ്റെടുത്തിട്ടുള്ള കരാറുകൾ നിർവഹിക്കാതെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരം അള്ളാഹു വേറൊരു സമൂഹത്തെ കൊണ്ടുവരും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലും അതുപോലെ പലയിടങ്ങളിലായി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയും, ഇന്നല്ലാഹ ലദൂ ഫളിൻ അലന്നാസ്, അള്ളാഹു മനുഷ്യരോട് അങ്ങേയറ്റം ഫളിൽ ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്. ഇത്രയൊക്കെ ഔദാര്യം ചെയ്തിട്ട് ആ ഔദാര്യത്തിന് ആ അനുഗ്രഹത്തിന് മനുഷ്യന് നന്ദി കാണിക്കുന്നില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുവാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. അതൊക്കെ ക്ഷമയോടുകൂടിയും സഹനത്തോടുകൂടിയും നേരിടുവാനും, ശത്രുക്കളുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ ആ ഏറ്റുമുട്ടുവാനുള്ള കരുത്തും ശേഷിയും ഒരു വിശ്വാസിക്കുണ്ടാവണം എന്നാണ് ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷേ അധിക മനുഷ്യരും ലാ യശ്കുറൂൻ, അവർ നന്ദി ചെയ്യാത്തവരാണ് എന്ന കാര്യം ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തും. മനുഷ്യരിൽ ഭൂരിഭാഗവും പടച്ചവൻ നന്ദി കാണിക്കാത്തവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഖാതിലൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, അന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം, സമരം എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ശത്രുക്കളുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സന്ദർഭങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ബഹുമത സമൂഹത്തിൽ അവിടെയുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്ത് ഈ ദീനിൻ്റെ സത്യ വഴി ജനങ്ങൾക്ക് തുറന്നു കാണിക്കുക എന്ന വലിയൊരു സമരം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും ബഹുമത സമൂഹത്തിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം. മറ്റ് എന്തൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ എല്ലാ സാധ്യതകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം എന്ന് പലയിടങ്ങളിലായി അള്ളാഹു സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഓരോ സത്യവിശ്വാസികളുടെയും ബാധ്യതയാണ്. ആ ജിഹാദിൻ്റെ രൂപവും ഭാവവും പല ഇടങ്ങളിൽ പല വ്യത്യാസങ്ങളുണ്ടാകുന്നു മാത്രം. പക്ഷേ ജിഹാദ് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്.
എന്നിട്ട് അല്ലാഹു പറയുന്നു, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, മൻ ദല്ലദീ ആരുണ്ട്, യുഖ്രിദുല്ലാഹ അള്ളാഹുവിന് കടം കൊടുക്കുവാൻ, ഖർളൻ ഹസന നല്ല കടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ ശരീരവും ഒക്കെ ചെലവഴിക്കേണ്ട ഘട്ടം വരുമ്പോൾ അത് കൊടുക്കുവാൻ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വയുളായിഫഹു ലഹു അദ്അഫൻ കസീറ, അവന് അള്ളാഹു ധാരാളക്കണക്കിന് ഇരട്ടികളായി അവന് അള്ളാഹു തിരിച്ചു നൽകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സമരം ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന് ഇരട്ടിയായി അള്ളാഹു അതിന് പ്രതിഫലം നൽകും എന്ന് പലയിടങ്ങളിലായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, കമസലി ഹബ്ബത്തിൻ അംബത്തത് സബ്അ സനാബില, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവൻ്റെ ഉപമ അവൻ അതൊരു ധാന്യമണിയെപ്പോലെയാണ്. നമ്മളൊരു ധാന്യമണി കൃഷി ചെയ്തു, അമ്പത്തത്ത് ആ ധാന്യമണി മുളച്ചു വന്നു. അങ്ങനെ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, അതിന് 7 കതിരുകളുണ്ട്. ആ 7 കതിരിലും 700ഓളം ധാന്യമണികളുണ്ട്. അപ്പോൾ 700ഉം അതിൻ്റെ അധികവും അള്ളാഹു ഇരട്ടിയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവന് അവന് അതിന് ഇരട്ടിയായി പ്രതിഫലം നൽകും എന്നാണ് വിശുദ്ധ ഖുർആൻ പല ഇടങ്ങളിലായി പല വചനങ്ങളിലൂടെ നമ്മളെ സത്യവിശ്വാസികൾ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഈത്തപ്പഴം ആണ് ചെലവഴിച്ചത് എങ്കിൽ പോലും അതിനെ അള്ളാഹു ഒരു ചുവന്ന ഒട്ടകക്കുട്ടിയെപ്പോലെ പരിപാലിച്ച് പരലോകത്തെത്തുമ്പോൾ അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെലവഴിക്കുന്നുവോ അത് നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ തഖ്വയും ഇഖ്ലാസും അനുസരിച്ച് അതിൻ്റെ പ്രതിഫലം അള്ളാഹു ഇരട്ടിയായി നൽകും എന്നതാണ് അള്ളാഹുവിടെ നമുക്ക് സത്യവിശ്വാസികൾക്ക് ഓഫർ നൽകുന്നത്. അള്ളാഹു യഖ്ബിദു വയബ്സുതു, എന്നിട്ട് അള്ളാഹു ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവാണ് നമുക്ക് ഉപജീവനമാർഗം പിടിച്ചു വെക്കുന്നവനും അത് വിശാലമാക്കുന്നവനും. നമുക്കറിയാം, ഈ ദുനിയാവിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരേ ബിരുദവും സാധ്യതകളുമൊക്കെയുള്ള ആളുകൾ അവർ വളർന്നു വലുതാകുമ്പോൾ അവരുടെ ജീവിത വിഭവങ്ങൾ വ്യത്യസ്തമാണ്, അവർക്ക് അള്ളാഹു നൽകുന്ന റിസ്കുകൾ വ്യത്യസ്തമാണ്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, നമ്മുടെ അധ്വാനം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല. അപ്പോൾ അള്ളാഹു അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ്റെ ആ ഔദാര്യം പിടിച്ചു വെക്കുന്നു, അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ വിശാലമായി നൽകുന്നു. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കണക്കില്ലാതെ നൽകും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അവൻ്റെ ഖളായിലും പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അള്ളാഹു പണം നൽകിയത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഔദാര്യമാണ്. അള്ളാഹു ചില ആളുകൾക്ക് അത് കൊടുക്കും, ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കും, അതൊക്കെ അവൻ്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. നിങ്ങൾക്ക് നൽകിയ സമ്പത്തിനെ പറ്റി, നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തെപ്പറ്റി, മറ്റ് കഴിവുകളെപ്പറ്റിയൊക്കെ പടച്ചവൻ നിങ്ങളോട് ചോദ്യം ചെയ്യും എന്നൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ കഴിവുകൾ, നമുക്ക് നൽകിയ സാധ്യതകൾ, അത് സമ്പത്താവട്ടെ, ശരീരമാവട്ടെ, മറ്റേത് തരത്തിലുള്ള സാധ്യതകളാവട്ടെ, അത് എത്ര കണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തി എന്നത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടുമുട്ടുമ്പോൾ ഈമാനോടെയും തഖ്വയോടെയും കൂടി ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.